എപ്പോഴും സന്തോഷമായിരിക്കുക. ഇവിടെ കയറിക്കഴിഞ്ഞാൽ സന്തോഷമായിരിക്കണം. അത് എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും ഒറ്റ സാഹചര്യമായി ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്. പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്കും ദൈവത്തിനും ഒരു സ്വകാര്യ ബന്ധം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, മകനാണ്. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ആ ബോധ്യത്തോടെ വേണം ഉടമ്പടിയിലേക്ക് പോകാൻ. ഞാൻ ആദ്യമായിട്ട് അച്ഛനോട് പറഞ്ഞത്, അമ്മ പറയുന്നത് ഒരു കോൺട്രാക്റ്റ് എന്നാണ് പറയണമെന്ന് പറഞ്ഞ. അച്ഛനത് കോൺട്രാക്റ്റില്ല, ഉടമ്പടിയാണ് അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞ്. എനിക്ക് ഉടമ്പടി എന്ന് പറഞ്ഞ വാക്ക് അന്ന് കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ഒരു ദൈവമായിട്ടൊരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് പോലെ തന്നെ. അമ്മ ഒരു കോൺട്രാക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം അയാൾക്കൊരു അഡ്വാൻസ് ചെയ്യും, പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഏതൊരു കോൺട്രാക്റ്റിലും ആദ്യം ഒരു അഡ്വാൻസാണ്. ഇപ്പോൾ ഒരു വീട് പണിക്ക് ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഡ്വാൻസ് അയാൾ വാങ്ങിക്കും, നമ്മൾ തന്നെ കൊടുക്കും എത്ര അഡ്വാൻസ് വേണമെന്നോ. അതുപോലെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് തന്നിരുന്നത് ഇവിടെ അമ്മ വഴിയെ എടുക്കണം. അമ്മയെ തന്നെ തന്നിട്ടുണ്ട്. അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിന്നെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൈവം പരിപൂർണമായിട്ട് നിങ്ങൾക്ക് തരും. ഒരനുഭവം ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്താൽ മതി. ഒരു ബോധപൂർവം അതൊരു ജീവിതമാണ്. ദൈവമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഉടമ്പടി എന്ന് പറയണം. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. ഉടമ്പടിയിൽ ജീവിക്കാൻ അമ്മയുടെ മാധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് അമ്മ തന്നെയാണ് നമുക്ക് അഡ്വാൻസ്. ആ ശക്തി വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണതയിൽ സ്വന്തമായി തീരും. നമ്മൾ അകന്നു നിൽക്കുന്ന നമ്മളെല്ലാം അടുത്ത് വരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സഹനം, ഈ സന്തോഷിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ സഹനത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സഹനത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. നമ്മളെ ജീവിതത്തിലേക്ക് ദൈവം എന്തിനാ സഹനം അനുവദിച്ച് തരുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ എപ്പോഴും നമ്മളെ ബലഹീനതയിൽ സഹനം വരുമ്പോൾ നമുക്ക് ബലഹീനത ഉണ്ടാവും, വീക്ക്നെസ്സാണ്. അത് 2 കൊരിന്ത്യർ 12:9-10 പരിശുദ്ധാത്മാവ് പറയുക, എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിന്നിലിറങ്ങും. എൻ്റെ ശക്തി നിന്നിലിറങ്ങും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ നമുക്ക് സഹനം വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്, കൃപ തരാൻ വേണ്ടിയിട്ടാണ് ഈ സഹനം അനുവദിച്ച് തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തരുന്നത്, കൃപ തരുന്നത്? ദൈവത്തിനെ നമ്മളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അത് മനസ്സിലാക്കാതെയാണ് ഈ പിറുപിറുപ്പും കരച്ചിലും ബഹളവും പേടിയും നെട്ടോട്ട് ഓടുക. ഇത് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സഹനം അനുവദിച്ച് തരുന്നത്. അത് മനസ്സിലാക്കണം. ആ സമയത്ത് നീ വേറൊന്നും ചെയ്യേണ്ട. ഒരു സഹനം വരുമ്പോൾ ആദ്യം മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കുക. എന്താ കാര്യം എന്ന് അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നിനക്ക് സഹനം അനുവദിച്ച് തരുന്നത്. അപ്പം നീ ദൈവത്തിൻ്റെ തിരുമനസ്സിലേക്ക് തിരിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ശക്തി ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ദൈവത്തിൻ്റെ തിരുമനസ് എന്താ, ഒരു ആത്മാ പോലും നഷ്ടപ്പെടരുത്. അപ്പോൾ നീ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അമ്മയുടെ കൂടെ ചേർന്ന് കൊന്ത ചൊല്ലാൻ തുടങ്ങണം. കൊന്ത ചൊല്ലുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ കയ്യും പിടിച്ചായിരിക്കും. ഈ കൊന്തയെന്ന് പറഞ്ഞാൽ ഓരോ
നന്മ നിറഞ്ഞ മറിയമേ നീ ചൊല്ലുമ്പോഴോ അമ്മയുടെ കൈ പിടിച്ചായിരിക്കുന്നത്. മാതാവിൻ്റെ കൂടെ ഇരുന്ന് ദൈവഹിതം നിറവേറ്റാൻ നീയും കൂടി നിന്നെ ഒരുക്കിയിരിക്കുക. എന്തൊരു പ്രശ്നം വന്നാലും ഈ സഹനം എന്താ? നമുക്ക് ആദ്യം സഹനത്തെ മനസ്സിലാക്കണം. സഹനം എന്താ? നമ്മളുടെ ആഗ്രഹത്തിന് എതിരെ സംഭവിക്കുന്നതെല്ലാം സഹനമാണ്. നമ്മളുടെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്നതെല്ലാം, പ്രതികൂലമായിട്ട് ഉള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സഹനമാണ്. നമ്മൾ ആഗ്രഹിക്കാം. അതേപോലെ നമുക്കൊരു ഇഷ്ടം ഇല്ല, പദ്ധതിയുണ്ട്. അത് നടപ്പിലാകാതാകുമ്പോൾ അതിന് പ്രതികൂലമായിട്ട് സംഭവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് സഹനമായിട്ട് അനുഭവപ്പെടും. നീ ആഗ്രഹിക്കുന്നതിൻ്റെ എതിരെ നടക്കുമ്പോഴും നിൻ്റെ ഇഷ്ടത്തിന് എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക, സ്വർഗസ്നായ പിതാവിൽ നിൻ്റെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണേ. എന്ന് വെച്ചാൽ എൻ്റെ തിരുമനസ്സില്ല നടക്കേണ്ടത്. അപ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവത്തിൻ്റെ തിരുമനസ്സ് ദൈവം നടപ്പിലാക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അതിൽ സന്തോഷിക്കാൻ വേണ്ടത്, ആഹ്ലാദിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാനൊക്കെ ഈസിയാണ്, എനിക്ക് ആ സിറ്റുവേഷനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ സഹനമൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോകുന്നു. ഒന്നുമില്ല, ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രീം എൻഡ് വരെ ദൈവം എനിക്ക് ആ ക്ലാസ് തന്നിട്ടുണ്ട്, അനുഭവം തന്നിട്ടുണ്ട്. അത് കേട്ടിട്ടാണ് പറയണം, ഇല്ലാതെ വല്ലവരും പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോൾ നടപ്പിലാക്കാൻ തുടങ്ങിയോ നീ രക്ഷപ്പെട്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കിയെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? നിൻ്റെ ഇഷ്ടത്തിന് അവിടെ തടസ്സം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ തട്ടുകേട് കിട്ടും, അപ്പം തട്ട് കിട്ടും. നിൻ്റെ മക്കളെക്കുറിച്ചായിക്കോട്ടെ, മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷയായിക്കോട്ടെ, നിൻ്റെ ജോലിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിക്കോട്ടെ, നിൻ്റെ സമാധാനത്തിനെക്കുറിച്ചുള്ളതായിക്കോട്ടെ, ഭർത്താവിനെ കുറിച്ചുള്ളതായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അതിനെല്ലാം തട്ടുകേട് കിട്ടുമ്പോഴത്തേക്കും വിചാരിച്ചോളം ദൈവത്തിൻ്റെ തിരുമനസ്സ് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് നിൻ്റെ ജീവിതത്തിൽ. നീ നിന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഓടിക്കളയരുത്, ഈ കറഞ്ഞ് അതിനെ തടയരുത്. നമ്മളെല്ലാവരും പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ കരച്ചിലും ബഹളവും പേടിയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓടിയിട്ട് അനുവദിച്ചു കൊടുക്കില്ല ദൈവത്തിന്. ചില കുട്ടികൾ കണ്ടിട്ടുണ്ടോ, ഈ അവൻ്റെ ചികിത്സയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ ഇടാൻ സമ്മതിക്കില്ല, കൈയെടുത്ത് മാറ്റിക്കളയും. പിന്നെന്താ കാര്യമെന്ന് വെച്ചാൽ ഡോക്ടർ ഗുളിക കൊടുത്തോളും, ഇപ്പം സമ്മതിക്കില്ല, സിരിഞ്ച് പൊട്ടിപ്പോവും, എന്നിട്ട് അനുവദിക്കില്ല. ആ ഗുളിക കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഛർദ്ദിക്കുകയും ചെയ്യും. അപ്പോൾ സൗഖ്യം കിട്ടാൻ താമസിക്കും, സൗഖ്യത്തിന് പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുവദിച്ചു കൊടുക്കണം, നന്ദി പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കണം. എന്തായാലും എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഉള്ളത്. ദൈവം എനിക്ക് വേദനിക്കാൻ ദൈവം സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ്റെ കയ്യിലല്ല ഉള്ളത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അച്ഛൻ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വലിയ പേടിയുണ്ടാകില്ല. അമ്മ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ മടി കയറി ഇരുന്നിട്ട് എനിക്ക് വേദനിച്ച എൻ്റെ അമ്മയ്ക്ക് വേദനിക്കുമെന്ന് നല്ല ബോധ്യമുള്ള കൊച്ചുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. സൂചിയെ കാണുമ്പോൾ ഒന്നും പേടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ നമ്മൾ വിചാരിക്കണതിൻ്റെ എതിരെ സംഭവിക്കുമ്പോൾ അപ്പം മനസ്സിലാക്കണം, ജെറമിയ 29:11 പ്രകാരം ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറ്റിയാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്,
അത് നിൻ്റെ നാശത്തിനില്ല, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഉത്തമ പെർഫെക്റ്റ് ആയിരിക്കും. അത് ദൈവത്തിൻ്റെ പ്ലാൻ, പദ്ധതി ഉത്തമ പ്ലാനായിരിക്കും, പരിപൂർണതയിലുള്ളതായിരിക്കും, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാത്തതാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാം പറ്റുന്നത്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉടമ്പടി പോകുമ്പോഴത്തേക്കും ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു വെക്കണം. വിശ്വാസമാണ് ഏറ്റവും വലുത്. ഉടമ്പടിയിലേക്ക് നമ്മൾ ഇടപെടുമ്പോഴത്തേക്ക് ദൈവമായിട്ടുള്ളൊരു ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസം വലുതാണ്. വിശ്വാസം നഷ്ടപ്പെടുന്നത് നിൻ്റെ സഹന സാഹചര്യം നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് മാറിക്കളയും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങും. അപ്പോൾ അത് എങ്ങനെ എടുക്കേണ്ടിയിരുന്നാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ, കൊളോസ്യർ 3:2 പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, നിൻ്റെ ശ്രദ്ധ എപ്പോഴും സ്വർഗത്തിലേക്കായിരിക്കണം, നിൻ്റെ ശ്രദ്ധ ഭൂമിയിലേക്ക് ആകരുത് എന്നുള്ളതാണ്. വിശ്വാസിയുടെ ശ്രദ്ധ എപ്പോഴും സ്വർഗത്തിലേക്കായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? സ്വർഗത്തിൻ്റെ പദ്ധതി എന്താണ്? ഭൂമി എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നില്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നത്തെ നിന്നെ ആരെങ്കിലും അപമാനിച്ച് ഒറ്റപ്പെടുത്തി, അതേപോലെ പ്രതികൂല സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ വന്നു, ഒരു നഷ്ടം വന്നു, ഒരു സങ്കടം വന്നു, സങ്കടത്തിൻ്റെ കാരണമായിട്ട് ഒരു അസുഖം വന്നു, അതിനെ സ്വർഗം എങ്ങനെയാണ് കാണുന്നത്? നീ അപ്പോൾ നോക്കേണ്ടി സ്വർഗത്തിലേക്കാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഭൂമിയിലേക്ക് നോക്കും. ഈ ലോകം എങ്ങനെയാണ് ഇതിനെ കാണണം? നമുക്കൊരു സാമ്പത്തിക നഷ്ടം വന്നാൽ ലോകം ഇവൻ ദാരിദ്ര്യനാണ്, ഒന്നും കൊള്ളില്ല. നമുക്കൊരു ഐഡൻറ്റിറ്റി ഈ ലോകം തരും. ഇവനൊന്നിനും കൊള്ളാത്തവനാണ്, ഒരു കഴിവില്ലാത്തവനാണ്, ഇവൻ്റെ ജീവിതം പരാജയമാണ്. ഇതൊക്കെ നമ്മ തന്നെ ഈ ലോകത്തിൻ്റെ അനുഭവം വെച്ചിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി നമ്മ തന്നെ കൊടുക്കും. ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്നോടായിരിക്കും സ്നേഹമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം ഈ ലോകത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് ലോകം ഇങ്ങനെയാണ് കാണുന്നത്. നീ ഒറ്റപ്പെട്ടോളാം. നമുക്ക് പല അനുഭവം വരുമ്പോഴത്തേക്കും നീ വിഡ്ഢിയാണ്, ഇവൻ ഏത് ജോലി ചെയ്തിട്ടും കാര്യമില്ല, നീ ഒന്നും രക്ഷപ്പെടില്ല. അപ്പോൾ നമുക്ക് തന്നെ ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്, ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല, എന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ഈ ലോകത്തിനും പ്രയോജനമില്ല, വീടിനും പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മളെ എല്ലാവരുടെയും പ്രശ്നം. സങ്കടമായി, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഡിപ്രഷനിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയണത്, നീ സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗം നിന്നെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഇത് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ പദ്ധതി നിന്നിൽ നടപ്പിലാക്കുമ്പോൾ, ഈശോയുടെ പദ്ധതി നിന്നിൽ നടപ്പിലാക്കുമ്പോൾ നമ്മളെ പദ്ധതിക്ക് തടസ്സം വരും, നമ്മളെ ആഗ്രഹത്തിന് അവിടെ തടസ്സം ഉണ്ടാവും. അതാ ഈശോ പറയണത്. യോഹന്നാൻ 15-ാം അധ്യായം 18-19 പറയണത്, നീ ഈ ലോകത്തിൻ്റെ ആണെങ്കിൽ ലോകം നിന്നെ സ്നേഹിക്കും, പക്ഷേ ഞാൻ ഈ ലോകത്തിലിരുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകം നിന്നെ വെറുക്കുമ്പോൾ നീ സങ്കടപ്പെടേണ്ട. ആദ്യം ഈ ലോകം എന്നെയാണ് വെറുത്തത്, നീ ലോകത്തിൻ്റെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അനുഭവമൊക്കെ നമുക്കുണ്ടാവും. ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകാം,
നമുക്ക് പല നഷ്ടങ്ങൾ ഈ ലോകത്തിൻ്റെ നോട്ടത്തിൽ നഷ്ടമുള്ളതൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകാം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് എതിരെ സംഭവിക്കുന്നതെല്ലാം നമുക്ക് അനുഭവം ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നീ സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. യെശയ്യാ 43:4 നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. 1 കൊരിന്ത്യസ് 6:20 ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. വിലയെന്ന് പറയണത് സൃഷ്ടാവായ ഞാൻ എൻ്റെ ജീവനാണ് വില കൊടുത്തിരിക്കുന്നത്. സ്വർണമോ പണമോ ഇല്ല, എൻ്റെ ജീവനേക്കാൾ നീ വിലപ്പെട്ടവളാണ് നീ എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണം. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ അനുഭവം നമുക്കൊരു അടയാളം തരും, ഐഡൻറ്റിറ്റി തരും. എനിക്കും ഉണ്ടായിരുന്ന, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ സെൻട്രൽ സ്കൂളിലേക്കാണ് പഠിച്ചത്. അച്ഛൻ ആർമിയിലായിരുന്നുകൊണ്ട് സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറി പറ്റണം. വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛന് ഈ റിട്ടയറായി കിട്ടിയ പൈസ എല്ലാം നഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ ആദ്യം വലിയ പ്രതീക്ഷയിൽ കുറേ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൽ രക്ഷപ്പെട്ടു. ചെറിയ ശമ്പളമാണ്, എന്നാലും സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. വലിയ കുറച്ച് കടമൊക്കെ വാങ്ങിച്ച് അമ്മ വാങ്ങിച്ചു തന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ കോൺഫിഡൻറ്റോടൊക്കെയാണ് ഞാൻ പോയത്. അത് കെമിസ്ട്രിയെക്കുറിച്ചേ ചോദിക്കുള്ളൂ. ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും സയൻസ് ഗ്രൂപ്പായിരുന്നു, എനിക്ക് പ്രീ ഡിഗ്രിയും സയൻസ് ഗ്രൂപ്പായിരുന്നു. പക്ഷെ അവിടെ പോയി അവർ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചോദിച്ച ചോദ്യത്തിന് ഞാൻ തിരിച്ചാണ് ഉത്തരം പറഞ്ഞത്. അവിടെ പോയി ബ്ലാങ്കായി പോയി. ഒരു ചോദ്യം ചോദിച്ചാൽ അതെനിക്ക് പറയാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരൊക്കെ കൂടി അടുത്ത ചോദ്യം ചോദിക്കാൻ നിന്നില്ല, പോയിക്കോളാൻ പറഞ്ഞു. അത് എനിക്ക് കുറച്ചുകൂടി ഭയങ്കര സങ്കടമായി. എന്നെക്കുറിച്ച് എൻ്റെ ഐഡൻറ്റിറ്റി കുറഞ്ഞ, എനിക്കൊന്നും അറിയില്ല. അടുത്തത് റെയിൽവേയുടെ ടെസ്റ്റ് എഴുതാൻ പോയി. അത് അടുത്ത് തന്നെ, അത്രയും കാശൊന്നും ആകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ടെസ്റ്റ് എനിക്ക് കിട്ടിയില്ല, റിട്ടൺ ടെസ്റ്റ് പോലും പാസ്സായില്ല. പിന്നെയും പോയി. അടുത്തത് ഈ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റൊന്നും കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബന്ധു ABT പാർസൽ സർവീസ് തിരുപ്പൂരിലുണ്ട്, അവിടെ ജോലി വാങ്ങിച്ചു തരാം, 600 രൂപ ശമ്പളം കിട്ടുന്നു. അപ്പോൾ പിന്നെ എൻ്റെ സ്വപ്നം അതായിരുന്നു, അതിൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇത് ഞാൻ പറയുന്നത് 95-96 കാലഘട്ടമാണ്. അപ്പോൾ അതിന് കുറേ പ്രാവശ്യം പോയിട്ട് അയാൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു 5-8 പ്രാവശ്യം വിളിച്ച് പിന്നെ നേരിട്ട് പോയി, അതും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ജീവിതത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധിയാണ്. എങ്ങനെ ജീവിക്കും? പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പഠിപ്പ് വിട്ട് കഴിഞ്ഞാൽ എന്ത് ജോലിക്ക് പോകും? അവസാനം നമുക്ക് ഈ ലോകം ഒരേ അനുഭവം തരയാ. നിന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല, നിനക്കൊന്നും അറിയില്ല. വിദ്യാഭ്യാസം നീ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒന്ന് പോയി കഴിഞ്ഞാൽ നിനക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. അത് അനുഭവമാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ മനസ്സിലാകുകയാണ്, നീ വിഡ്ഢിയ, നിനക്കൊന്നും സാധിക്കില്ല, പരാജയ ജീവിതമാണ് നിൻ്റെ ജീവിതം. അവസാനം ഞാൻ വിചാരിച്ച ആട്ടോ പഠിക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കണ്ടേ. വീട്ടിലെ അമ്മയും അച്ഛനും സഹോദരിയുണ്ട്, അനിയത്തിയുണ്ട്. ആട്ടോ ഓടിച്ച് പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് ആട്ടോ ഓടിച്ചാൽ എനിക്ക് അത് വലിയ പേടിയാണ്. ഞാൻ 2-3 ദിവസം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് അതൊക്കെ പഠിച്ചൊക്കെ നോക്കി, അത് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ തീരുമാനിച്ചിട്ട് ഇനി എങ്ങനെ ജീവിക്കും? എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ക്ഷീണമാണ്, കൂലി ജോലിക്കും പോകാൻ പറ്റില്ല, ചുമടൊന്നും പൊക്കാൻ സാധിക്കില്ല.
പക്ഷേ ഈ ലോകം എനിക്ക് തന്ന ഐഡൻറ്റിറ്റി അതാണ്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതം പരാജയമാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല, നിനക്കൊന്നും അറിയില്ല, പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല, നീ എവിടെ പോയാലും ആർക്കും നിന്നെക്കൊണ്ട് ഗുണമില്ല. ഇതെല്ലാമാണ് അനുഭവം. ഇതൊക്കെ സങ്കടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നും രക്ഷപ്പെട്ടത് എനിക്ക് ഈ പരാജയത്തിൻ്റെ ഇടയ്ക്കും എനിക്ക് അമ്മ എന്നെ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പോയി കുറേ നേരം ഇരിക്കും. ഒന്നില്ലെങ്കിൽ ആ ഫോർട്ട് കൊച്ചി, ഞങ്ങളെ വീട് മട്ടാഞ്ചേരിയാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഗ്രോട്ടോ ഉണ്ട് അമ്മയുടെ, ഈ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ. അവിടെ പോയി ഇരിക്കും, ഇല്ലെങ്കിൽ മറവക്കാട് വന്നിരിക്കും, നടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വർഗത്തിലേക്ക് നോക്കുന്നത്. സ്വർഗത്തിലേക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല, ഈ വചനമൊന്നും എനിക്കറിയില്ല സ്വർഗത്തിലേക്ക് നോക്കാമെന്ന്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. പ്രാർത്ഥനയും അറിയില്ല. ഒരു ചെറിയ ബൈബിളുണ്ട്, ഇതുപോലത്തെ ഈ ബൈബിൾ തന്നെ, ഇത്രയുള്ള ഒരു ബൈബിൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നാ കോളേജിൽ. അതും വെച്ചിട്ട് മനസ്സിലായില്ല, ഇല്ലെങ്കിൽ അത് വായിക്കും, വലിയ സമാധാനം തോന്നിക്കും. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏത് കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ കണ്ടാലും ഞാൻ പോയി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി സംഘടിപ്പിച്ച് തരാമെന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. അതിലൊരു കൂട്ടുകാരനാണ് ഷാജി. അവനോടും ഞാൻ ഇത് പോയി പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും വാങ്ങിച്ചു തരാമോ, ഒന്നും കിട്ടണില്ല, നോക്കാമെന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം നമ്മളിങ്ങനെയാണ് നോക്കുന്നത്, പക്ഷെ സ്വർഗം ഒരു നോട്ടം ഇട്ട് വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം സ്വർഗം അന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനുമാണ്, നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ വില കൊടുത്താൽ വാങ്ങിച്ചിരിക്കണമെങ്കിൽ നിന്നിൽ എന്തോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും. ഇതൊന്നും എനിക്ക് കേട്ടില്ലെങ്കിലും സ്വർഗം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഷാജി, ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഷാജി ഗൾഫിൽ എവിടെയോ ജോലിക്ക് പോയി. കുറേ കാലത്തിന് ശേഷം സ്വർഗം കണ്ടിരുന്നത് ഞാൻ ആട്ടോ ഓടിക്കാനോ ഒരു പാർസൽ സർവീസിൽ ജോലി ചെയ്യാനോ അതൊന്നുമില്ല സ്വർഗം കണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ബാബ ഓട്ടോമിക്കലിൽ പോയിട്ട് ഒരു ടെക്നീഷ്യൻ ജോലി ചെയ്യാനൊന്നുമില്ല കണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ വളർത്തി, ആത്മീയമായിട്ട് വളർത്തി, കൃപാസനം വഴിയാണ് വളർന്നത്. പിന്നെ എനിക്ക് കുറേ ബിസിനസ് തന്ന്, അതിൽ എനിക്കൊരു 4-5 നിലയുടെ ഹോട്ടലൊക്കെ എനിക്ക് തന്നായിരുന്നു. ഞാൻ ഹോട്ടലിൽ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഷാജീനെ കണ്ടു അവിടെ വെച്ച്. ഷാജിയെ കണ്ട ഉടനെ ഷാജി പറഞ്ഞ്, ഞാൻ വാന്ന് പറഞ്ഞ് വിളിച്ച് ഹോട്ടലിൻ്റെ അകത്ത് കയറ്റിയപ്പോൾ, എടാ നിനക്ക് ഇവിടെ ജോലി കിട്ടിയാന്നാ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ. ലോകത്തേക്ക് നീ ശ്രദ്ധിക്കരുത്. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ല, നേരെ എൻ്റെ ക്യാബിനിലേക്ക് ഞാൻ കൊണ്ടുപോയി. നിനക്ക് മാനേജറായിട്ട് ജോലി കിട്ടിയാന്നാ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും അവർ നമുക്ക് ഐഡൻറ്റിറ്റി വെച്ചിരിക്കുന്നത്, ഈ ലോകം ഐഡൻറ്റിറ്റി വെച്ചിരിക്കുന്നത് നീ പരാജയമാണ് നിൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ല, മാനേജറൊന്നുമില്ല. പിന്നെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഈ ഹോട്ടൽ എൻ്റെയാണെന്ന്. അവൻ പറഞ്ഞു പോടാ നുണ പറയല്ലേ എന്ന് പറഞ്ഞു. നുണ പറയില്ലെന്ന് പറഞ്ഞില്ല, പോടാന്ന് പറഞ്ഞ ഒരു പുച്ഛമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത് വചനം നമുക്ക് പറയാം, ഹാബുക്ക് 1:5, നിന്നിൽ ഞാൻ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്വർഗം അങ്ങനെയാണ് നമ്മളെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് കാണേണ്ടത്? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മൾ സ്വർഗത്തിലേക്ക് കാണണം, ഭൂമിയിലേക്കില്ല കാണേണ്ടത്. സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് കാണേണ്ടത്? സ്വർഗത്തിലേക്ക് കണ്ടത് നമ്മൾ അമ്മ മാതാവ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴും അമ്മ ചെയ്തത്, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് കല്യാണം കഴിയണതിന് മുമ്പ് തന്നെ ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, ഇതൊരിക്കലും
ഏറ്റെടുക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അമ്മ പറഞ്ഞത് അമ്മ അങ്ങോട്ട് സമർപ്പിച്ചു. ലൂക്ക 1:38. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. അത് ഞാൻ ഈ വചനം പറയുമ്പോൾ പറയാം. പലവരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം എന്നവരില്ലേ, പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. വെറുതെ വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാം, വെറുതെ ഇരുന്നോളാം, വെറുതെ ഇരിക്കും. TV പോലും ഓഫ് ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കാം. പക്ഷെ ഒന്ന് ബൈബിൾ എടുത്ത് വായിക്കാൻ സാധിക്കില്ല. ഒരു കൊന്ത് എടുത്ത് അപ്പോൾ ഉറക്കം വരും, ഇല്ലെങ്കിൽ പിന്നെ ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവം കുറേ പേർക്ക് ഉണ്ടല്ലോ, ഉണ്ടായില്ലേ? കൈപൊക്കിയാൽ ഇന്ന് സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയാം, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമർപ്പണമാണ്. സമർപ്പണം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കെല്ലാം നമ്മൾ പല പ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്, സമർപ്പിക്കണം, സ്വർഗത്തിലേക്ക് നോക്കാമെന്ന് വെച്ചാൽ അമ്മ സ്വർഗത്തിലേക്കാണ് നോക്കിയത്. നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് അപ്പോൾ നോക്കി. ഇത് നോക്കിയിട്ട് പറഞ്ഞ് ലൂക്ക 1:38 അങ്ങ് പറഞ്ഞ ഇത് നിറവേറട്ടെ എന്ന്, വചനം എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അതാ സമർപ്പണം. പക്ഷെ സമർപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പ് വേണം. നമ്മൾ ആരോടാണ് നമ്മളെ സമർപ്പിക്കുന്നോ അവരോട് നമുക്ക് സ്നേഹം വേണം. പ്രൈസ് ദി ലോർഡ്. ചെറിയ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ അച്ഛൻ്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. അതിന് യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, അമ്മയോ അച്ഛനോ പൊക്കി പിടിക്കുമ്പോൾ ഇതിന് വലിയ ഹൈറ്റാണ് അച്ഛന്. കൊച്ചു താഴെ നോക്കുമ്പോഴത്തേക്കും വീണ് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പക്ഷെ സുഖമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുകയാണ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുകയാണ്. കൊച്ചിന് ഒരിക്കലും ദാഹം എടുക്കില്ല, ദാഹത്തിന് വേണ്ടി കറിയില്ല. ഉച്ച സമയത്ത്, ഇപ്പോൾ കാലത്താണെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് ഭക്ഷിക്കുമെന്ന് വെച്ചാൽ അതിന് വിഷമമില്ല. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അതിനൊരു ബോധ്യമുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും എന്നെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് സമർപ്പണം. സുഖമായിട്ട് കിടന്നുറങ്ങുക, സുഖമായിട്ടിരിക്കുക. എപ്പോഴും കരച്ചിലായിരിക്കും. അമ്മ എടുത്തു കഴിയുമ്പോൾ അല്ല അച്ഛനെടുത്ത് കഴിയുമ്പോൾ കരച്ചിൽ നിൽക്കും. കാര്യം എന്താ? അതിന് ബോധ്യമുണ്ട്, എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എന്നോട് കരുതലുണ്ട്, എന്നെ സ്നേഹിക്കുക. അപ്പോൾ ഇതാണ് യഥാർത്ഥ സമർപ്പണം. നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ആരിലാണ് സമർപ്പണം എന്നെ സമർപ്പിക്കുന്നത്. ആ സമർപ്പിക്കുന്ന ആൾക്ക് എന്നോട് കരുതലുണ്ട്, എന്നോട് സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ഒരു ബോധ്യം കിട്ടണമെങ്കിൽ ഈ സ്നേഹം വലിയ കാര്യമാണ്. ഈ ഒരു ബോധ്യം കിട്ടണമെങ്കിൽ പ്രഭാഷകൻ 2-ാം അധ്യായം 3-ാം വചനം പ്രകാരം നീ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. വിട്ടു പോകരുത്. ഏത് സാഹചര്യം നിൻ്റെ ജീവിതത്തിൽ വന്നാലും നീ ഒഴിഞ്ഞു മാറി പോകരുത്. പ്രൈസ് ദി ലോർഡ്. വിട്ടു നിൽക്കരുത്. വിട്ടു നിൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്, സാത്താനാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളെക്കൊണ്ട് വാക്കിലും ചിന്തയിലും നമ്മളെ പ്രവൃത്തിയിലും നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ വിട്ടു പോവും, ദൈവത്തിലിരുന്ന് അകന്ന് പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് വരും. ദൈവത്തിലേക്ക് വരുമ്പോൾ അത് സമർപ്പണമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമർപ്പിച്ചിട്ട് അകന്ന് നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സമർപ്പണമാകുന്നത്? അപ്പോൾ അതെങ്ങനെയാണ്? ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ സമർപ്പണമാകുന്നത്. സ്നേഹിക്കുന്നവരുടെ അടുത്താണ് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ സ്നേഹം കൂടാൻ എന്ത് ചെയ്യണം? ലൂക്ക 7-ാം അധ്യായം 47 പറയുകയാണ്,
അധികം സ്നേഹിക്കുന്നവർക്ക് അധിക പാവങ്ങൾ ക്ഷമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ അധിക പാവങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ അധികം നിനക്ക് സ്നേഹിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിവസവും വൈകുന്നേരം അന്നന്ന് നമ്മൾ ദൈവത്തിലിരുന്ന് അകന്നു പോകാൻ ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾ സംസാരിക്കുന്ന ഒരു ദിവസം ഒരു 500 വാക്കാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 300 വാക്കിൽ നമ്മൾ പാവം ചെയ്തിട്ടുണ്ടാകും. ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറ്റവരെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, വിധിച്ചിട്ടുണ്ടാവും. റോമ 8:14 പറയുക, എൻ്റെ ദാസനെ നീ എങ്ങനെയാണ് വിധിക്കാൻ പറ്റുക? നമ്മൾ മറ്റവരെ വിധിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് മാത്രമേ വിധിക്കാനുള്ള അധികാരമുള്ളൂ. ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് വിധിക്കാനുള്ള അധികാരമില്ല. നിൻ്റെ ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, ബന്ധുവായിരിക്കാം, അടുത്ത വീട്ടുകാരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ ഒരു കുറ്റം പറയുമ്പോൾ തന്നെ അവിടെ പാവം ചെയ്യാം. അതൊക്കെ വിട്ടുപോകും. കുമ്പസാരത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോകും. അനുതപിക്കണം. അന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. പറഞ്ഞ വാക്കുകളൊക്കെ പരിശുദ്ധാത്മാവോട് പറയണം. എനിക്ക് ഓർമ്മിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പറയണം. അന്ന് രാത്രി ഇരുന്നിട്ട് എഴുതിയെടുക്കണം. ഒരു ബുക്കിൽ എഴുതി വയ്ക്കണം. എഴുതിയെടുത്തിട്ട് അടുത്ത ദിവസം ശ്രദ്ധിക്കണം ഇത് പറയാതിരിക്കുക. പറഞ്ഞതുകൊണ്ട് ഒരു ലാഭമില്ല, നഷ്ടം മാത്രമാ. സമർപ്പണം വിട്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമർപ്പിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ആക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ദൈവം അടുത്തുണ്ടെങ്കിലല്ലേ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കൂ. പ്രാർത്ഥന എന്താ? നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ളതാണ്, അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ദൈവമായിട്ട് കൂടെ നിൽക്കാനാണ് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത നിന്നിൽ പാവം കിടക്കുന്നുണ്ട്. അനുതപിക്കണം. അനുതപിച്ചാൽ മാത്രം മതി. അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം നിറയും നിന്നിൽ. നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, ഉറക്കമെന്നെങ്കിൽ അപ്പം മുട്ടിപ്പേരുന്ന് അനുതപിക്കണം. ഞാനിത് പറഞ്ഞുപോയി, ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണേ. എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ ചെയ്തതാ, എന്നെ ശക്തിപ്പെടുത്തണേ. ഞാൻ ഇനി ശ്രദ്ധിക്കാം. സ്വർഗത്തിലേക്ക് ഞാൻ നോക്കൂ. ഇത് ചെയ്യണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബോധപൂർവ്വം അതൊക്കെ വിട്ടുകളയും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിൽ പറഞ്ഞിട്ട് പിന്നെയും തുടരും. കുമ്പസാരത്തിൽ പറയണം 5 കാര്യം പറയും, അനുതപിക്കില്ല. അപ്പോൾ ഈ ഉറക്കം വരും. ഞാൻ ഇവിടെ പലവരും കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കാരണം, ഇത് ഞാൻ കുറ്റപ്പെടുത്തണമെന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. നിങ്ങൾ വെറുതെ നോക്ക്, നിങ്ങൾക്ക് ഉറക്കം വരില്ല. വെറുതെ നോക്ക്, ഉറക്കമേ വരില്ല. പ്രാർത്ഥിക്കാതിരുന്ന് നോക്ക്. വേറെ എന്തെങ്കിലും കുറച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഉറക്കം വരില്ല. 3 മണിക്കൂർ സിനിമ കാണുക, ഉറക്കം വരില്ല. പ്രൈസ് ദി ലോർഡ്. 5 മിനിറ്റ് ഇങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിക്കോ, ഉറക്കം വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു 20 മണി ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരും. പിന്നെ തോന്നും പിന്നെ ചൊല്ലാം, ഇപ്പം എന്തിനാ, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും തീർക്കാം. എന്നിട്ട് ഒരു സമാധാനം, എന്താ ഒരു കൊന്ത ചൊല്ലി തീർത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയില്ല. അതിൽ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ദൈവസ്നേഹം നിറയാൻ നീ അനുദപിച്ച് പിന്നെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാകുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്നത് യഥാർത്ഥ സമർപ്പണമാണ്. സമർപ്പണത്തിൽ സ്നേഹം ഉണ്ടാവണം. കുഞ്ഞിനെ ഉള്ള സ്നേഹം പോലെ നമുക്കും, കുഞ്ഞിനെ അമ്മയോ അച്ഛനോടുള്ള സ്നേഹം പോലെ നമുക്ക് ദൈവത്തിലേക്കാണ് സമർപ്പിക്കണമെങ്കിൽ ദൈവത്തോടൊരു സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം നിറയാൻ ദൈവത്തിൽ അടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നീ പാവത്തിനെ ചൊല്ലി ഏറ്റുപറഞ്ഞ് അനുദപിക്കണം. അപ്പോൾ ദൈവത്തിലേക്ക് നീ അടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ലോകം നിനക്ക് തന്ന അടയാളങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഐഡൻറ്റിറ്റി ദൈവം മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് ദൈവം നിനക്കൊരു അടയാളം തരാൻ ആഗ്രഹിക്കുക. അത് ദൈവം നിനക്ക് തന്നിരിക്കും. എന്നിട്ട് നിന്നെ പ്രയോജനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്.